അനങ്ങല്ലേ, ഇന്ന് ചൊവ്വാഗ്രഹം ഊർജ്ജമാറുന്ന ദിവസമാണ്. ഇന്ന് എനിക്കൊരു ഗ്രാവിറ്റേഷണൽ ദുരന്തമുണ്ടാവുന്ന വാരഫലത്തിൽ ഞാൻ കേട്ടു. എടാ നിന്നോടല്ലേ പറഞ്ഞേ, പോരാത്തതിന് ഇന്ന് ബുധൻ വക്രഗതിയിലുമാണ്. പ്രപഞ്ച ശക്തികൾ എന്നെ വലിച്ചു കീറും. ഓ, ഒന്ന് നിർത്തുന്നുണ്ടോ? അങ്ങ് കിലോമീറ്ററുകൾ ദൂരെ കിടക്കുന്ന ചൊവ്വയേക്കാൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈ ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിന് നിന്റെ മേലുണ്ട്. രണ്ട് ഒബ്ജക്ട്സ് തമ്മിലുള്ള ദൂരം കൂടും തോറും അവര് തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കുറഞ്ഞു കുറഞ്ഞു വരും. അതായത് നീ ജനിക്കുന്ന ടൈമിൽ അടുത്തുണ്ടായിരുന്ന നഴ്സസ് ആൻഡ് ഡോക്ടേഴ്സിന് നിന്റെ മേലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പോലും അങ്ങ് ദൂരെ കിടക്കുന്ന പ്ലാനറ്റ്സിന് നിന്റെ മേലുണ്ടാവില്ല. അങ്ങനെ ഇപ്പൊ വല്ല ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യണ്ട. ഞാനേ ഏപ്രിൽ ബോൺ എരീസ് ആണ്. ഫിയേഴ്സ് ആൻഡ് ഡേഞ്ചറസ്. അതാ അടുത്ത ബ്ലണ്ടർ. വെസ്റ്റേൺ ആസ്ട്രോളജി ഫോളോ ചെയ്യുന്നത് അങ്ങ് 2000 ഇയേഴ്സ് പഴക്കമുള്ള സോഡിയാക് ചാർട്ടാണ്. ഭൂമി അതിന്റെ ചെരിഞ്ഞ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് വളരെ പതുക്കെ ഒന്ന് വോബിൾ ചെയ്യുന്നുണ്ട്, ലൈക്ക് എ പമ്പര. അതുകൊണ്ട് തന്നെ നമ്മുടെ നോർത്ത് പോള് തിരിച്ച് സെയിം പൊസിഷനിൽ എത്താൻ ഓൾമോസ്റ്റ് 26,000 ഇയേഴ്സ് എടുക്കും. ഈ ചാർട്ട് ഉണ്ടാക്കിയിട്ട് ഇപ്പൊ 2000 ഇയേഴ്സ് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നോർത്ത് പോൾ ഇപ്പൊ വേറെ പൊസിഷനിലായിരിക്കും. പണ്ടത്തെ ചാർട്ട് വെച്ച് നീ എരീസ് ആണെങ്കിൽ ഇപ്പൊ നീ പൈസീസ് ആണ്. അതായത് നീ ഒരു ബബിൾ റാപ്ഡ് ഫിഷ് ആണെന്ന് അർത്ഥം. അപ്പോ ഈ എക്സ്പയർഡ് കലണ്ടർ വെച്ചാണ് അവൻ ഇത്ര നാൾ മാസം കാണിച്ചേ അല്ലേ? എനിക്കെന്ത് മോശം പറഞ്ഞു. നിന്റെ കയ്യിലിരിപ്പ് ശരിയല്ലാത്തോണ്ട് പുള്ളി ഊഹിച്ച് പറഞ്ഞതായിരിക്കും. സോ ഈ ഫിസിക്സ് ടെക്സ്റ്റ് ആണ് എന്റെ റിയൽ ജാതകം. ഇവൻ നന്നാവൂല.